അങ്ങനെ കറണ്ടും ബില്ല് കിട്ടി 4378 റുപ്യ എനിക്ക്. ഇമ്മാക്ക് 5800 ചില്ലാനുണ്ടെന്ന് അമ്മ പറഞ്ഞതേ. അപ്പം ഇന്നലെ രാത്രി ഇമ്മ എന്നോട് പറഞ്ഞു കറണ്ടും ബില്ല് വന്നിക്കണ്, അനക്കൊക്കെ നല്ലോണ്ട്, എനിക്ക് അതിലാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉമ്മ പറയാണ് ഞാൻ നല്ലോണം കരുതിങ്ങാണ്ടൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിലാറെ കുറവാകാൻ വേണ്ടി നല്ലോണം കരുതിങ്ങാണ്ടാണ് ഞാൻ കറണ്ട് ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കറണ്ടിനല്ലേ കരുതിയിട്ടുള്ളൂ, പിണറായി വിജയൻ്റെ സർക്കാരിന് നിങ്ങൾ കരുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയാണ് എന്താ ചെയ്യലേ, എങ്ങനെയാണ് മനുഷ്യന്മാർ ഇവിടെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഞങ്ങളെ പൂക്കോട്ടുംപാടത്ത് സൊറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചായ ഒരു മക്കാനി ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും വരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതിനിധികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ സംസാര വിഷയമായി പിന്നെ കറണ്ടും ബില്ല്. അപ്പോൾ എല്ലാവർക്കും കൂടുതലാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പോൾ AC ഇട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി പറഞ്ഞു. അപ്പോൾ AC ഇട്ടവർക്ക് വരുന്നില്ലാറെ കൂടുതൽ വന്നിട്ടുണ്ട്. AC ഇല്ലാത്തവരെ 3-4 ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 400 ചില്ലാൻ 500 വരുന്നതൊക്കെ 900 റുപ്യ 1000 റുപ്യ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഇനിയിപ്പോൾ ഇടത് പക്ഷത്തിൻ്റെ ആൾക്കാർക്ക് പ്രത്യേക റിഡക്ഷനിൽ വന്നിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യും. നിങ്ങളെ കറണ്ടും ബില്ല് പ്രവാസികളോട് പറയാം വീട്ടിലേക്കൊന്ന് വിളിച്ചു വെച്ചിട്ട് ഈ പ്രാവശ്യത്തെ കറണ്ടും ബില്ല് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ നമുക്കിതൊരു സർവേ ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്തോളി. എന്നിട്ട് നിങ്ങളൊന്ന് കഴിഞ്ഞ മാസത്തിൽ ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് കറണ്ട് ബില്ല് കൂടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ബില്ല് ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ റോഡ് ഉണ്ടല്ലോ എന്നാ പറയാം. ആലോചിച്ച് നോക്കി, വണ്ടി ഇല്ലാത്തവന് റോഡ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത് നമ്മളെ CPM-ൻ്റെ എല്ലാവരായിട്ടും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായ സംഗതികൾ വ്യക്തിപരമായിട്ട് തന്നെ അത്തരം ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പറയാം, ഞാൻ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കല്ല നിങ്ങളെ സർക്കാർ ചെയ്തത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ടാക്സ് കൂട്ടിയത് പറഞ്ഞു, വെള്ളത്തിൻ്റെത് പറഞ്ഞു, കറണ്ടിൻ്റെത് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മളെ വീട് അളവെടുത്തുങ്ങാണ്ട് വീടിൻ്റെ ടാക്സും ലാൻഡും രജിസ്ട്രേഷൻ ഫീസും ഇതൊക്കെ എണ്ണി പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞ കാര്യം എന്താ അറിയോ, അതായത് സഖാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകൾ വരെ മാറിക്കും ഞങ്ങളൊരു റോഡ് കണ്ടെങ്കിലെന്നാ. അപ്പം ഞാൻ ചോദിച്ചു പൊന്നു സുഹൃത്തെ, ഒരു വണ്ടി റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് 10-20,000 റുപ്യ വരുന്ന കോലത്തിലാക്കിയാണ്. അപ്പോൾ ഒരു മാരുതി കാർ ഉള്ള ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ ഈ റോട്ടിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ടേ, ഈ വണ്ടി എടുത്താലല്ലേ റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ടാക്സ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയുള്ള ഓരോ വിഷയങ്ങളും എടുത്ത് പറയുമ്പോൾ ഇതിനൊക്കെ നമ്മളിപ്പോൾ BJP-ക്കാർ പണ്ട് 50 റുപ്യക്ക് പെട്രോൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, പക്ഷേ ഓല അതിനെതിരെ ഒന്നും മുണ്ടണില്ല എന്ന് പറയാലോ. ഇന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ അവസ്ഥ ഇത് ഈ കോലത്തിലാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ കറണ്ട് ബില്ല് പരിശോധിക്കുകയാണെങ്കിൽ കുറവുള്ള സഖാക്കന്മാർക്ക് റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഓൽക്കെങ്കിലും റിഡക്ഷൻ ഉണ്ടെന്ന് നമുക്ക് കരുതാലോ. ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് റിഡക്ഷൻ എന്നാ പിന്നെന്താ വെച്ചാൽ ഓലതീക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓല വീടിന് മാത്രം ഇങ്ങനെ കുറവ് കൊടുത്തിക്കണമെങ്കിൽ അത് ഓൽക്കെങ്കിലും ഒരു മെച്ചം കിട്ടുമല്ലോ ഓല ഭരണം കൊണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇത് അതുമില്ല. ഇത് സത്യം പറഞ്ഞാൽ ജനങ്ങളെ ഇരുട്ടിലാക്കിങ്ങാണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ ഇതിപ്പോ ഇന്നലെ അവിടെ കൂടിയ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അതായത് 100-200 വരുന്ന ആൾക്കാർക്ക്, അതായത് 1000ന്റെ ചോടൊക്കെ വരുന്ന ആളുകൾക്ക് അതേപോലെ 200-300 കൂടി 1000 വരുന്നവർക്ക് 1000 കൂട്ടിയിട്ട് ആണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഉമ്മ പറയാണ് ക്ഷേമ പെൻഷൻ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര 1000 ചില്ല ഉറുപ്പ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ പിന്നെ പെൻഷൻ ഇങ്ങനെ ഒരു 3000ന്റെ ചോട ആയിട്ട് ഇങ്ങനെ തന്നിട്ട് ഒരു 5800 6000 റുപ്യ കറണ്ട് ബില്ല് തന്നിട്ട് എന്ത് മെച്ചം നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറയാണ് ശരിയാണ്, എന്താ അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലത്, ഓല് തെരഞ്ഞിൻ്റെ മേലക്കോല് കൊണ്ടുപോവുകയാണ്. ഇതൊന്നും മനസ്സിലാക്കണില്ലല്ലോ ജനങ്ങൾ എന്നാണ് ആളുകൾ. അതായത് എൻ്റെ ഉമ്മ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു രീതിയിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ സംഗതികളിലൂടെ ഓലതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതാണ് ഓരോ ഉമ്മാരി അവസ്ഥ, ഓരോ ബാപ്പാരി അവസ്ഥ. അതാണ് ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയം സംസാരിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയും പൊതുപ്രവർത്തനം നടത്തിയൊക്കെ പോകുമ്പോൾ ഇപ്പം എല്ലാവരും കരുതുക എന്താ അതിപ്പോൾ രാഷ്ട്രീയപരമായി നിങ്ങളെ പെരിയിലിരിക്കണേ അമ്മമാരോട് കറണ്ട് ബില്ല് മുന്നിൽ കാണുന്ന അമ്മമാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഗ്യാസ് വാങ്ങുന്ന കുടുംബിനികളോടൊന്ന് ചോദിച്ചു നോക്കൂ. വെറുത്തിട്ട്, അതായത് ഓരോ മേഖല വെള്ളമാകട്ടെ മറ്റാകട്ടെ വെറുത്തിട്ട് അങ്ങേയറ്റം വെറുത്തും കണ്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ഇത്രക്കൊന്നും ഇനി വേറൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇരുട്ടടികളാണ് വന്നുകൊണ്ട് ഇത് 4376 വന്നു. അപ്പൊ ഇനി ഇതിന് താരീഫൊക്കെ ഉണ്ടാക്കാൻ കഴിയൂട്ടോ. ഇതൊക്കെ ഇനിയിപ്പോ എന്താ KSCB-ന്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അത് അത്ര പോയിന്റിൽ ഇത്രയാവുമ്പോൾ ഇത്ര പോയിന്റിൽ അത്രയാവുമ്പോൾ അത് താരീഫിന്റെ ഇത്രയാവുമ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഇത് കഴിഞ്ഞു. അതോടുകൂടി അതെടുത്തിട്ട് കുറെ സഖാക്കന്മാരാണ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇത്രയായതുകൊണ്ട് അത്രയായി, ഇത്രയായതുകൊണ്ട് ഇത്രയായി എന്ന് പറയും. അപ്പൊ ഉത്തരമായി.
അപ്പോൾ ഇത് കേരളത്തിലെ അവസ്ഥയാണ്. ഇത് എനിക്ക് വേണ്ട, ഇൻ്റെത് പോട്ടെ, ഞാൻ ഇപ്പം ഇത് ഉപയോഗിച്ചു എന്ന് തന്നെ കൂട്ടിക്കോളി. നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ കറണ്ട് ബില്ല് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താണ്. നമ്മൾ ഏതായാലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാനും നിങ്ങളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഒന്ന് കമൻറ്റ് ചെയ്താണ്, എന്നിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. എങ്ങനെ മാറ്റം വരും? ഇതിനൊക്കെ ഇനി എന്താ ചെയ്യും? ഇതിനൊരു പൊളിച്ചെഴുത്ത് നടത്തി ഇതിനൊക്കെ ഒരു മാന്യമായ ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനമല്ലേ? സർക്കാരിന് എന്തെല്ലാം നികുതി ഇനത്തിൽ എത്ര വരുമാനമുണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ ഭരണാധികാരികൾ ചെയ്യേണ്ട പണി. അതുവരെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുക്കാത്തോളത്തോളം കാലം അവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് 10 പൈസക്ക് പറ്റാത്ത ഭരണാധികാരികളാണ്, വേസ്റ്റുകളാണ് എന്നുള്ളതിന്. ഇതിൻ്റെ സ്വന്തം കാര്യത്തിന് പറയല്ല, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് ഭരിച്ചാലും അടിസ്ഥാന സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ നിലനിർത്തി അതിനെ മാനിച്ച് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തവർ ഇങ്ങനത്തെ സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം മോശപ്പെട്ട ഒരു ഗതികെട്ട ഒരവസ്ഥ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഏതായാലും നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതൊക്കെ ജനങ്ങളാണ്. ഇതിനൊക്കെ പൊളിച്ചെഴുത്ത് നടത്തി പുതിയ രീതിയിലുള്ള സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ പരിഗണിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ അതൊക്കെ പറയാമെന്നുള്ളേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഫീസ് വരും ചോദിച്ചു. അപ്പോൾ അതാണ് അവസ്ഥ. ഓക്കെ, നിർത്തുന്നു. നന്ദി.